ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പോൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ മഹിമ പറഞ്ഞു വിട്ട കൂട്ടാളികൾ അവർ അടുത്തതായി ചെയ്യാൻ പോകുന്ന തന്ത്രം എന്താണെന്ന് മഹിമയോട് പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രവിയെയും സച്ചിയെയും പന്തിയിലും ഉണ്ണാനായിട്ട് എടുത്തതിന് ശേഷം ഒരു VIP ആയിട്ടുള്ള വ്യക്തി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാതിക്കുകയാണ് അതായത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ രവീനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടുക. ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് സച്ചി ദേഷ്യപ്പെടുകയും പിന്നീട് ഈ ഒരു പ്രശ്നം വഷളാവുകയും ചെയ്യും. അങ്ങനെ ഒരു ചടങ്ങ് അലങ്കോലമാവുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മഹിമ പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു ഐഡിയ കൊള്ളാം, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, നീ വേണ്ട പോലെ ചെയ്തോളാം പറഞ്ഞുകൊണ്ട് അയാളോട് അവിടെ നിന്ന് പോകാൻ പറയാം കേട്ടോ. അതിനുശേഷം അയാൾ നേരെ ചെല്ലുന്നത് സച്ചിയുടെ രവിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ വർഷയുടെ ആൾക്കാരാണ്, നിങ്ങൾ നല്ല രീതിയിൽ ഗൗനിക്കണമെന്നാണ് മഹിമ ചേച്ചി പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചാലെന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ രവി മടിച്ച് നിൽക്കാണ്ട, കാരണം വന്നിരിക്കുന്നത് ഭക്ഷണം കഴിക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊന്നും പറ്റില്ല, മഹിമ ചേച്ചി നല്ല രീതിയിൽ തന്നെ നിങ്ങൾ നോക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്തായാലും ഭക്ഷണം കഴിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നിർബന്ധിക്കാണ്ട്. ഏത് സമയത്ത് അശോകൻ പറയുന്നുണ്ട്, എന്തായാലും രവി ഒരു ഇത്രയധികം പറഞ്ഞില്ല, നമുക്ക് ഒരു ഭക്ഷണം കഴിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് രവിയെ കൂട്ടിക്കൊണ്ട് പോകണം. കൂടെ തന്നെ സച്ചി ഉണ്ട്. അങ്ങനെ 3 പേരെയും ഭക്ഷണം കഴിക്കുന്നിടത്തേക്കായിട്ട് കൂട്ടിക്കൊണ്ട് പോകണം. അങ്ങനെ കൃത്യമായ സ്ഥലത്ത് തന്നെ ഇയാൾ കൊണ്ട് ഇരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം വിളമ്പുന്നവരോടായിട്ട് ഓരോരോ കറികളായിട്ട് നല്ല രീതിയിൽ തന്നെ വിളമ്പണം, ഇവർ നമ്മുടെ ഗസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ മുന്നിൽ വെച്ച് ഇയാൾ സംസാരിക്കേണ്ട. അതിനുശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ നേരെ ചെല്ലുന്നത് മഹിമയുടെ അടുത്തേക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞ പോലെ തന്നെ കൃത്യമായി തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്, ബാക്കി പ്ലാനിങ് ഒക്കെ നമുക്ക് ചെയ്യേണ്ട രീതിക്ക് തന്നെ ചെയ്യാം, അവർ ഭക്ഷണം കഴിച്ച് തുടങ്ങട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ അവൻ്റെ അച്ഛൻ്റെ എഴുന്നേക്കാൻ പറഞ്ഞ ഒരു തല്ലൊക്കെ കിട്ടിയെന്ന് വരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, തല്ലോ ചേച്ചി എന്താ ഈ പറയുന്നത്, തല്ലുന്നതിന് മുന്നേ ചേച്ചി അങ്ങോട്ട് വന്നേക്കണം എന്ന് പറയും, ഒരു തല്ലല്ലേ ഉള്ളൂ, അതിൻ്റെതായ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് തരാമെന്നൊക്കെ മഹിമ പറയുമ്പോഴത്തേക്കും അയാൾ പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി ഒരു തല്ലുമ്പോൾ തന്നെ ചേച്ചി വന്നേക്കണം, അതിൽ കൂടുതലും തല്ലാനായിട്ട് നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം തന്നെ മധുസൂദൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, മഹിമ നീ ഒരുപാട് പ്ലാനിങ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ല, ചടങ്ങ് തീരാറായി, ഇനിയിപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് നീ നിന്റെ വീട്ടിലിരുന്നാണ് പ്ലാനിങ് തയ്യാറാക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മധുസൂദനൻ മഹിമയോട് ദേഷ്യപ്പെടുകയാണ്. ഈ ഒരു സമയത്ത് മഹിമ പറയുന്നുണ്ട്, മധുവേട്ടൻ ദേഷ്യപ്പെടാതിരിക്കും, ഞാൻ ഇപ്പം നല്ലൊരു പ്ലാനിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രവിയെയും സച്ചിയെയും ഭക്ഷണം കഴിക്കാൻ എത്തിയതിനു ശേഷം ആദ്യക്ക് വെച്ച് എഴുന്നേപ്പിച്ച് വിടുക എന്നൊരു തന്ത്രമാണ് തൻ്റെതെന്നൊക്കെ ഉള്ളൊരു കാര്യം മഹിമ പറയുമ്പോഴത്തേക്കും ഇതൊരു നല്ല തന്ത്രമാണെന്ന് മധുസൂദനൻ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ സച്ചിയും രവിയും അശോകനും ഭക്ഷണം നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് കഴിക്കാൻ ഒരുങ്ങുക കേട്ടോ. സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, ഇതൊരു നല്ല ഭക്ഷണമാണ് വെച്ചാൽ നല്ല മണം വരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വർഷ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ ശ്രീകാന്തും ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് തന്നെ വർഷ അവരോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്, ഇനി എന്നാൽ നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വൈകണ്ട, ഇനിയിപ്പോൾ നിന്റെ കുഞ്ഞിനെ നൂലുകെട്ടിന്റെ അന്നാവാമെന്ന് കൂട്ടുകാരികളിൽ ഒരാൾ പറയുന്ന സമയത്ത് നമ്മുടെ വർഷയ്ക്ക് നാണാവട്ടെ. വർഷ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. ശ്രീകാന്ത് ഒരു ചെറു പുഞ്ചിരോടെ തന്നെ വർഷയെ നോക്കാൻ. ഇതേ സമയം തന്നെ മധുസൂദനും മഹിമയും തന്റെ പ്ലാനിങ് ഒക്കെ നിറവേറ്റാനായിട്ടുള്ള ആകെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇവർ പറഞ്ഞു വിട്ടിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നത്, ചേച്ചി ഇതേ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൃത്യമായ രീതിക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട്, എല്ലാവരും കൂടെ വന്നാലും നമുക്ക് കൃത്യമായി പ്ലാനിങ് നടപ്പിലാക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. പന്തിയിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ മധുസൂദനും മഹിമയും എന്തിന് കൂടെ വന്നിരിക്കുന്നവർ ഞെട്ടിപ്പോവാണ്. മറ്റൊന്നുമല്ല, സച്ചിയും രവി ഇരുന്ന സ്ഥാനത്തായിട്ട് 2 കുട്ടികൾ ഇരിക്കുകയാണ് കേട്ടോ. വേഗം തന്നെ മധുസൂദനും മഹിമയും ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തന്നിട്ട് നിങ്ങൾ ഇതിനെ ഇവിടെ കയറ്റി കുട്ടികളെ ഇരുത്തിയതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, കുട്ടികളല്ലേ ഇവർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ കയറ്റി ഇരുത്തിയതാണെന്നൊക്കെ പറയുന്ന സമയത്ത് മഹിമ പറയുന്നുണ്ട്, ഇവർ തെണ്ടി നടക്കുന്ന പിള്ളേരാണ്, ഇവർക്ക് ഇവിടെയെല്ലാം ഇരുത്തി ഭക്ഷണം കഴിക്കേണ്ടത്, പുറത്തിരുത്തിയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് രവി വേഗം തടയാട്ടെ. എന്നിട്ട് പറയുന്നുണ്ട്, മഹിമ അത് വേണ്ട, ഇരുന്നിടത്തുനിന്ന് പാതിക്ക് വെച്ച് എഴുന്നേൽപ്പിച്ച് വിടുന്ന അത്ര നല്ല സ്വഭാവം ഒന്നുമല്ല, ഇവർ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മഹിമ കൊണ്ടുവന്ന കൂട്ടാളികൾ 2 പേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നല്ല പ്ലാനിങ് ആയിരുന്നു, എല്ലാം ചീറ്റിപ്പോയി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ സച്ചി കേൾക്കാട്ടെ. സച്ചി പറയുന്നത്, എന്ത് പ്ലാനിങ്ങിന്റെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെയാണ് ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ ഭക്ഷണം നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ടായിരുന്നു, അതൊന്നും തന്നെ നടന്നില്ല എന്നായിരുന്നു എന്ന് മഹിമ പറയുന്ന സമയത്ത് അയാളെന്ന് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് സച്ചി. അയാളാണ് തലയും താഴ്ത്തവും ചോദിച്ചത്. അപ്പോൾ ഇവരെല്ലാവരും മുഖഭാവവും ഒരു പതർച്ചയെ കാണുമ്പോൾ തന്നെ സച്ചിക്ക് ഇതിൽ എന്തൊക്കെയോ ഒരു ചതികൾ ഒളിഞ്ഞിരിപ്പെടുന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. പെട്ടെന്ന് സച്ചി പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ വരെ വന്നാൽ എല്ലാവരും വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം എല്ലാവർക്കും നേരം തീട്ടുകയാണ്. അവരൊന്നും മിണ്ടാതെ തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാമ ചന്ദ്രയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രയെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ശ്രുതിനെ വിളിച്ചുകൊണ്ട് വാ, ബാക്കി ആദ്യം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചടങ്ങ് പൂർത്തിയായി എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, അവക്കെന്താ 2 കാലിൽ നടന്നു വരാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഭാമയ്ക്ക് മനസ്സിലാവും
ഉണ്ടാവുകയാണ്. ശ്രുതിയോടുള്ള അടങ്ങാത്ത ദേഷ്യത്തിലാണ് ചന്ദ്ര ഇരിക്കുന്നത്. ആ ഒരു സമയത്ത് രേവതിയായിട്ട് പറയുന്നുണ്ട്, രേവതി നീ പോയി ശ്രുതിയെ കൂട്ടിക്കൊണ്ടുപോയി ആരതി വിധിയുള്ള ചടങ്ങുകളും ചെയ്യാനുണ്ട് എന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ ശ്രുതി ആകെ ടെൻഷനിലാണ്. താൻ ഉദ്ദേശിച്ച രീതിക്കൊന്നും തന്നെ നടന്നതുമില്ല, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചന്ദ്രാന്റി തന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ വഴക്കോറി, അതല്ല എന്നാണ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമെന്നൊക്കെ തന്റെ ദുഃഖങ്ങൾ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രുതി അമ്മ ആരതി വിളിയാൻ വിളിക്കുന്നുണ്ട്, വേഗം അങ്ങോട്ട് വായെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവാണ്. ഈ ഒരു സമയത്ത് മീര ശ്രുതിയോടായിട്ട് പറയുകയാണ്, നീ എന്തായാലും ടെൻഷൻ അടിക്കണം, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ആശ്വസിപ്പിച്ചതിന് ശേഷം ആരതി ഒഴിയിൽ ചടങ്ങിനായിട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ കേട്ടോ. ഇതേ സമയം തന്നെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വർഷ തന്റെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് വന്നിരിക്കുകയാണ്. റൂമിൽ ചെന്നതിന് ശേഷം പൂമാല ഊരി വെക്കുന്നതിന് ശേഷം തന്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരി കൃത്യമായി തന്നെ സൂട്ട് കേസിൽ എടുത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ വർഷയുടെ സുഹൃത്തുക്കൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും കേട്ടോ. ശ്രീകാന്ത് വന്നതിന് ശേഷം പറയുന്നുണ്ട്, വർഷ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ഇപ്പം വേണ്ട ശ്രീകാന്ത്, നീ എന്തായാലും ഈ സൂട്ട് കേസ് എടുത്ത് അലമാരയിലേക്ക് ഭദ്രമായിട്ട് എടുത്ത് വെച്ചേക്കാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്താണ് അലമാരയിലേക്ക് ആ സൂട്ട് കേസ്, അതായത് സ്വർണ്ണങ്ങളെല്ലാം അടങ്ങിയ സൂട്ട് കേസ് എടുത്ത് വെക്കുന്നത്. അതിനുശേഷം ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് വർഷ അവിടെ നിന്ന് പോവുകയും ചെയ്യും കേട്ടോ. ഇതേ സമയം തന്നെ ബാമ വന്നിട്ട് രേവതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി നീ വർഷയെ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷ റൂമിലുണ്ടല്ലോ ആൻറ്റി, നമ്മുടെ രേവതി മറുപടി പറയുന്നുണ്ട്, എന്നാൽ നീ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാമോ, ഭക്ഷണം കഴിക്കുന്ന നേരമായി, എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് ബാമ പറയുന്ന സമയത്ത് രേവതി വർഷയും കൂട്ടാനായിട്ട് റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് ചെന്നതിന് ശേഷം വർഷ അവിടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് രേവതി തിരിഞ്ഞു പോകാനിരുന്ന സമയത്താണ് വർഷ തന്റെ കഴുത്തിൽ നിന്ന് ഊരി വെച്ചിരുന്ന പൂമാലയിലായിട്ട് വർഷയുടെ നെക്ലേസ് ഉടക്കി കിടക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ രേവതി അത് എടുത്തതിന് ശേഷം ഭാഗ്യത ആരും കണ്ടില്ല, എന്തായാലും കൃത്യമായി തന്നെ വർഷയുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഈ പൂമാലയിൽ നിന്നുള്ള സ്വർണ്ണമാല വിടിയിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്താണ് വർഷയുടെ റൂമാണല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ മധുസൂദൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. റൂമിൽ നിൽക്കുന്ന രേവതിയെ കാണുമ്പോൾ തന്നെ മധുസൂദൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മാലയിൽ നിന്ന് കുഴിക്കൊഴിച്ചെടുക്കുകയാണ് എന്ന് പറയാണ്ട്. ഈ ഒരു സമയത്താണ് രേവതിയുടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണമാല, അതായത് തൻ്റെ മകളുടെ കഴുത്തിൽ കിടന്ന മാല മധുസൂദനൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ മധുസൂദനൻ ഒരു തന്ത്രം തോന്നുകയാണ്. മധുസൂദനൻ വേഗം എന്ന് പറയുകയാണ്, എടി കള്ളി എന്ന് വിളിക്കുമ്പോഴത്തേക്കും രേവതി ഒന്ന് പതറുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കള്ളിയോ, ആരെ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിന്നെ തന്നെയാണ്, നീ കള്ളിയല്ലേ, നീ എൻ്റെ മകളുടെ മാല മോഷ്ടിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നത്, എന്ത് പറ്റും അതുമായിട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ നമ്മുടെ മകളുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും രേവതി ഒന്ന് നോക്കോട്ടെ മഹിമ. ഈ ഒരു സമയത്ത് രേവതി താൻ മാലയൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുകയാണ്. പെട്ടെന്ന് തന്നെ മഹിമ മധുസൂദനെ നോക്കുമ്പോൾ തന്നെ മധുസൂദന്റെ തന്ത്രമാണിതെന്ന് മഹിമയ്ക്ക് മനസ്സിലാകുകയാണ്. വേഗത്തിന് മഹിമയും രേവതിനെ കള്ളിയാക്കുന്ന രീതിക്ക്, അതായത് നീ ഇത്രക്കാരിയാണ്, ഞാൻ വിചാരിച്ചില്ല, നീ എന്തിനാ എൻ്റെ മകളുടെ മാല മോഷ്ടിച്ചതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി പറയുന്നത്, ഞാൻ ആദ്യം മാല മോഷ്ടിച്ചിട്ടില്ല, ഇതിൽ കടന്നിരുന്ന ഈ പൂമാലയിൽ ഓടക്കി കടന്നിരുന്ന മാല ഞാൻ വിടിയിക്കാൻ ശ്രമിച്ചതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മധുസൂദനൻ പറയുകയാണ്, നീ നുണ പറയണ്ട, നീ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഞാൻ നേരിട്ട് കണ്ടതാണ്, നീ ഒരു കള്ളവും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി ആകെ സങ്കടം വരട്ടെ. രേവതിക്ക് കാര്യം മനസ്സിലാക്കണം, തന്നെ മനഃപൂർവ്വം കള്ളിയാക്കാനാണ് മധുസൂദനൻ മഹിമയെ ശ്രമിക്കുന്നതെന്ന്. അങ്ങനെ രേവതി ആകെ വിഷമിച്ചെന്ന് ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് മധുസൂദന്റെയും മഹിമയുടെയും ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഭാമയോടായിട്ട് പറയുന്നത്, എന്താ ഭാമ അവിടെ എന്തൊരു ബഹളം ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഭാമയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് ചെല്ലുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒച്ചപ്പാടും ബഹളവും പുറത്ത് നിൽക്കുന്ന മീരയും ശ്രുതിയും കേൾക്കുകയാണ്. മീര വേഗം ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുമ്പോൾ അറിയില്ലല്ലോടി, നീ ദാമുവിനെ പറഞ്ഞു വിട്ടില്ല, അയാൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാളെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടു, എന്തോ വേറെന്താ പ്രശ്നം ഉണ്ടോ അവിടെ എന്ന് പറയുകയാണ്. ഈ ഒരു സമയം തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ശ്രുതി, നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും മീരയും കൂടി റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതേ സമയം തന്നെ രേവതിയെ കള്ളിയാക്കിക്കൊണ്ട് തന്നെ മധുസൂദനും മഹിമയും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രേവതി ആ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.